പോയിടും ഞാൻ എൻ്റെ നാഥൻ പാതയിൽ, ഓടിടും ഞാൻ എൻ്റെ വേല തീർത്തിടാൻ. പോയിടും ഞാൻ എൻ്റെ നാഥൻ പാതയിൽ, ഓടിടും ഞാൻ എൻ്റെ വേല തീർത്തിടാൻ. ശ്രേഷ്ഠ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യാവേളയിൽ ഈ പ്രദേശത്തും കടന്നു വന്ന് വിശുദ്ധന്മാരോടും ദൈവജനത്തോടുമൊത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എളിയവനായ ഇനിയും ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാവുന്നു. ഈ പെന്തക്കോസ്ത് ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകുകയുണ്ടായി. ദൈവത്തെ ചെറുപ്രായം മുതൽ അറിയുകയും ദൈവികമായ സത്യങ്ങളെ മനസ്സിലാക്കുകയും അതിനൊത്തോണമുള്ളതായി ജീവിതം നയിപ്പാൻ തക്കവണ്ണം മാതാപിതാക്കൾ അഭ്യസിപ്പിച്ചതിനാൽ അപ്രകാരം ദൈവഭക്തിയിൽ വളർത്തപ്പെടുവാനും കൃപയാൽ ബാല്യം മുതലേ ദൈവം അടിയനെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജനനത്തിന് ശേഷം എനിക്ക് ഏകദേശം 3 മാസത്തോളം പ്രായമുള്ളപ്പോൾ എനിക്ക് ടൈഫോയിഡ് എന്ന രോഗത്താൽ ഞാൻ ഭാരപ്പെടുകയുണ്ടായി. അധികമായി ഞാൻ കഷ്ടതയിലായി തീർന്നു. എനിക്ക് ഭക്ഷണം കഴിക്കുവാനോ ഒന്നും കഴിയാത്തതായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. മാതാപിതാക്കൾ ഈ വിശ്വാസത്തിൽ നിലനിന്നിരുന്നതിനാൽ മരുന്നിലോ വൈദ്യനിലോ അവർ ആശ്രയിച്ചിരുന്നില്ല. അവർ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ രോഗം മൂർച്ഛിക്കുകയുണ്ടായി. എനിക്കതിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കാത്തതായ അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം ഓരോ ദിവസവും മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. വിശുദ്ധന്മാരെ അറിയിക്കുകയും ദൈവമക്കളെ അറിയിക്കുകയും അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ശരിയായൊരു വിടുതൽ എനിക്ക് ലഭിച്ചിരുന്നില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ആകെ തളർന്നതായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും അല്പാൽപമായി എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ മാറ്റപ്പെടുന്നതായി കാണുകയും ചെയ്തു. നിർത്താതെയുള്ള കരച്ചിലും അതോടുകൂടെ അല്പാൽപമായി നിന്നു. എൻ്റെ മമ്മിയുടെ അനിയത്തി എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് അവർ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ശരീരത്തിൽ ജീവൻ മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതിനാൽ മറ്റ് യാതൊരുവിധമായ മാർഗങ്ങളും അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടേയിരുന്നു. ചുറ്റുപാടുമുള്ളവർ അതിനിമിത്തം വീട്ടുകാർക്കുമെല്ലാം എതിരായി തീരുകയുണ്ടായി. വളരെയധികം പ്രതികൂലങ്ങൾ നേരിടേണ്ടതായി വന്നു. എന്നാൽ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നത് കൊണ്ട് ദൈവം അവിടെ ലജ്ജിപ്പിച്ചില്ല. വിശുദ്ധന്മാരെ അറിയിക്കുകയും അവർ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ മമ്മിയുടെ പിതാവ് എന്നെ കരങ്ങളിലെടുത്ത് ദൈവത്തിൻ്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനെ ജീവനോട് തരുന്നുവെങ്കിൽ നിനക്കായി ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുകയും അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ജീവനെ തിരികെ ദൈവത്തോട് ചോദിച്ചു മേടിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരുന്നു എന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തതിനാൽ അത്ഭുതവും അതിശയകരമായ നിലയിൽ ദൈവം എന്നെ നടത്തുകയുണ്ടായി. ഓരോ സന്ദർഭത്തിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ബാല്യത്തിൽ തന്നെ എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. ദൈവത്തോട് അടുക്കണമെന്നും ദൈവികമായ കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവനായിരിക്കണമെന്നെല്ലാം ഞാൻ ആഗ്രഹിക്കുകയും വിശുദ്ധന്മാരോടൊത്ത് എൻ്റെ സമയങ്ങൾ ഞാൻ ചിലവഴിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എൻ്റെ ബാല്യത്തിൽ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നു. 12-ാമത്തെ വയസ്സിൽ ദൈവം എന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ പലവിധങ്ങളായ പ്രയാസങ്ങൾ നേരിടുകയുണ്ടായി. പല വിധത്തിൽ ഞങ്ങളുടെ ജീവിതം പ്രയാസത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ മക്കൾ 4 പേരാകുന്നു. ഓരോരുത്തരെയായി വിവിധങ്ങളായ കഷ്ടങ്ങൾ ഇങ്ങനെ ബാധിക്കുന്നതായി കാണുവാനിടയായി തീർന്നു. ഓരോരുത്തരെയും വിട്ടുമാറാതെ കഷ്ടം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായി രുചിച്ചറിയുവാൻ ദൈവം കൃപയാൽ സഹായിക്കുകയുണ്ടായി. മാതാപിതാക്കളെയും ദൈവം വലിയ ഒരു വിശ്വാസത്തിന് ഉടമകളാക്കി തീർത്തിരുന്നതിനാൽ ഒരു സമയത്തും ലജിച്ചു പോകേണ്ടതായി വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞുവല്ലോ, 12-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ശേഷം എൻ്റെ ജീവിതം വളരെ മുൻപ് ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായ ഒരനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെടുകയുണ്ടായി. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവികമായ സാന്നിധ്യത്തിൽ കൂടെ ഞാൻ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ 10-ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തെ എപ്രകാരം മുൻപോട്ട് നയിക്കണം, എൻ്റെ തിരഞ്ഞെടുക്കണം, എങ്ങനെയായിരിക്കണമെന്നൊന്നും അറിയാത്തവനായി യാതൊരുവിധമായ ലക്ഷ്യമില്ലാത്തതായ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതായ ഒരു കാഴ്ച എനിക്ക് കാണുവാൻ കഴിഞ്ഞു. എനിക്ക് സ്വയമായി അറിയുവാൻ കഴിയുന്നില്ല ഞാൻ എന്താകുന്നു ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. സ്വയമായ ഒരു തീരുമാനമെടുക്കുവാൻ ഒന്നും കഴിയാത്തതായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചു വിശുദ്ധന്മാരോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിദ്യാഭ്യാസാനന്തരം ഞാൻ ഉപജീവന മാർഗത്തിനായി കടന്നു പോകുകയുണ്ടായി. എന്നാൽ അതൊന്നുമല്ലായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എൻ്റെ ഓരോ ചുവടുവെപ്പിലും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. എങ്കിലും അവയൊന്നും ഗണ്യമാക്കാതെ ഞാൻ ഇവയിൽ നിന്നെല്ലാം ഓടി ഒളിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രമേണ എന്നിലുണ്ടായിരുന്നതായ ആത്മീകം എനിക്ക് അല്പാൽപമായി നഷ്ടമാകുവാൻ തുടങ്ങി. അല്പാൽപമായി ദൈവികമായ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുവാൻ തുടങ്ങി. അത് മറ്റൊന്നുമല്ലായിരുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു വലിയ ഭയം എന്നെ പിടിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്താവുന്നു സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നല്ല ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു, നല്ലൊരു അറിവ് എനിക്കുണ്ടായിരുന്നു. ദൈവം എന്നെ സ്വന്തം വഴിക്ക് വിടുകയില്ല എന്നുള്ള നല്ല അറിവ് ഞാൻ പ്രാപിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ ഈ ദൈവികമായ പ്രവൃത്തിക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തവനായി, ഒന്ന്, എന്നെ ഭയം പിടിച്ചിരുന്നു. 2, എനിക്ക് അതിനാവശ്യമായ ജ്ഞാനമോ കഴിവോ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ഇതിൽ നിന്ന് പിൻവാങ്ങുവാൻ വേണ്ടി എൻ്റെ ആത്മീക ജീവിതത്തെ പതിയെ ഞാൻ പുറകോട്ട് വലിക്കുവാൻ തുടങ്ങി. ശരിയായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാത്ത അവസ്ഥയിലേക്ക് ഞാൻ എന്നെ തന്നെ മാറ്റിക്കളയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഉപജീവന മാർഗത്തിലായിരുന്നപ്പോഴും ദൈവം എൻ്റെ വഴികളെയെല്ലാം ഓരോന്നായി അടച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് എത്രത്തോളം പിൻവാങ്ങുവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും അവയ്ക്കൊന്നും ഞാൻ ചെവി കൊടുക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം പ്രാപിച്ചത് കൊണ്ടാണ് അധികം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതായ തെറ്റായ ഒരു വികലമായ ചിന്താഗതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനാൽ
ഞാൻ സ്നാനപ്പെടുവാൻ വിസമ്മതിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെയും മാതാപിതാക്കളുടെയും കണ്ണിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. സ്നാനപ്പെടുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാറ് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. സ്നാനം സത്യമാണെന്നും ദൈവികമായതാണെന്നെല്ലാം ശരിയായി മനസ്സിലാക്കിയിട്ടും അതിനേൽപ്പിച്ചു കൊടുക്കാറവണം ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതിനായി വിവിധങ്ങളായ വഴികളെ ഞാൻ തേടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ പോയതായ വഴികളെല്ലാം എൻ്റെ ദൈവം അടച്ചു കളയുകയുണ്ടായി. ഞാൻ ഏത് സ്ഥാപനത്തിൽ ചെന്ന് ജോലി ചെയ്താലും അവിടെ അല്പനാൾ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം നേരിടും. ഒന്നിൽ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം നേരിടും, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഏതെങ്കിലും വിധമായ പ്രശ്നങ്ങൾ നേരിടും. അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ സമാധാനം എനിക്ക് നഷ്ടമായി തീരുവാൻ ഇടയായി. എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇവയെല്ലാം സംഭവിക്കുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നത് കൊണ്ടാണ് ഇവയെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് വ്യക്തമായി എനിക്കറിയാമായിരുന്നു. എങ്കിൽ തന്നെയും ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയാത്തവനായി ദൈവത്തിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ടേയിരുന്നു. ഒരു രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് എന്നോട് ഇടപെടുകയുണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ട് എൻ്റെ ശരീരത്തിൽ അവിധത്തിലുള്ളതായ ഒരു കഷ്ടം അനുവദിക്കുകയുണ്ടായി. ഞാൻ അങ്ങനെ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. നിന്റെ വഴികൾ എൻ്റെ വഴികളല്ല, നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളുമല്ല. എൻ്റെ വഴികൾക്ക് നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും എൻ്റെ സ്വന്തം വഴിക്ക് ഞാൻ തിരിയുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എല്ലാ നിലയിലും തകർച്ചയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായി തീരും. ആയതിനാൽ ദൈവത്തിന്റെ കരത്തിൽ ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും അതിനെ ചെയ്യാതെ, ദൈവത്തിന്റെ വഴി എന്തെന്നും അതിനെ മനസ്സിലാക്കാതെ, അതിനൊത്തോണം തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നിങ്ങളുടെ വഴികളെ അടച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാകുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ കരത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും സ്നാനപ്പെടുകയും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കർത്താവിന്റെ കൃപയാൽ, വിശുദ്ധന്മാരുടെ കൈവയ്പിനാൽ ഈ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് ഏതുമില്ലാത്തവനായ എന്നെയും ദൈവം തിരഞ്ഞെടുക്കുകയുണ്ടായി. ഞാൻ നിന്നതല്ല, ഇന്നുവരെയും ദൈവത്തിന്റെ കൃപയാലും ആർദ്ര കരുണയാലും ദൈവം എന്നെ നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയിൽ വന്ന ശേഷവും പല വിധത്തിലുള്ളതായ കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അപ്രതീക്ഷിതമായി എൻ്റെ ശരീരത്തിൽ ഒരു വേദന എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. എൻ്റെ നെഞ്ചിൻ്റെ ഇടതുവശത്തായിട്ട് അധികമായി എനിക്ക് താങ്ങുവാൻ കഴിയാത്തതായ ഒരു വേദന വരികയും അത് മുഖാന്തരം ഞാൻ വളരെയധികം കഷ്ടത്തിലായി തീരുകയും ചെയ്തു. എങ്കിലും വിടുവിക്കുന്നവനായ ദൈവം, വിളിച്ചവനായ ദൈവം ഓരോ സന്ദർഭത്തിലും ആവശ്യമായ വിടുതൽ നൽകി തന്ന് അടിയനെ ഈ മരുഭൂമി യാത്രയിൽ ഇന്നാൾ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്നും നമ്മുടെ ദൈവം രക്ഷിക്കുന്നുവെന്നും നമ്മുടെ ദൈവം വിടുവിക്കുന്നുവെന്നും എൻ്റെ ജീവിതത്തിൽ കൂടെ അനുഭവിച്ചറിയുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുകയുണ്ടായി. രാത്രി കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഒരു കഷ്ടതയാൽ വേദനയാൽ വലയുന്നവരുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക. യേശുവിന്റെ കരത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. എന്നെ വിടുവിച്ചവനായ ദൈവത്തിന് നിങ്ങളെ വിടുവിപ്പാൻ ശക്തിയുണ്ട്. ഇന്നും യേശുവിന്റെ നാമം ഉയർത്തപ്പെട്ടതാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ അവന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ അവൻ നമ്മെ വിടുവിക്കും. നമ്മുടെ പാപങ്ങൾ നമുക്ക് മോചനം നൽകി തരും. നമ്മുടെ രോഗങ്ങൾ നമുക്ക് സൗഖ്യം നൽകി തരും. ദൈവം ആഗ്രഹിക്കുന്നതായ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടെത്തിപ്പാനിടയായി തീരും. എന്റെയും ജീവിതത്തിൽ ആരംഭിച്ചതായ നല്ല പ്രവൃത്തി ദൈവം തന്റെ ഹിതപ്രകാരം തികച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ അവകാശം പ്രാപിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അടിയുടെ നിലനിൽപ്പിനായും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരുന്നു കൊള്ളുന്നു.